Download now. CC Learning app. Hi all, welcome to Competitive Cracker. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ജൂണിൽ നടക്കാൻ പോകുന്ന CSER നെറ്റ് ഫിസിക്സ് എക്സാമിന് വേണ്ടിയിട്ട് 50 ഡേയ്സ് കൊണ്ട് എങ്ങനെ നിങ്ങൾ ഈ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. എന്താ ഇതിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് ഡെയിലി ഇപ്പോൾ PSC ആണെങ്കിലും PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളായിട്ടും ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ തന്നെ ക്വിസും കറണ്ട് അഫയേഴ്സും എല്ലാം PSCയിൽ സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്പാണ് നമ്മുടെ CCയുടെ ഈ കോമ്പറ്റേറ്റീവ് ലേണിംഗ് ആപ്പ്. അപ്പോൾ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, നന്നായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആപ്പിന്റെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കപ്പോൾ ഇന്ന് ഈ വരുന്ന ജൂണിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ്, നമ്മളിവിടെ 50 ഡേയ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, ഫോക്കസ് ഏരിയാസ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട്, അതായത് ഈ വാസ്റ്റ് ആയിട്ട് വരുന്ന സിലബസ് നിങ്ങൾക്ക് ഈ ഒരു 50 ഡേയ്സ് കൊണ്ട് എല്ലാം കവർ ചെയ്യാന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പേപ്പറിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ്സാക്കാൻ പാടില്ലാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 50 ഡേയ്സിന്റെ പ്ലാൻ ആണ്. ഞാനിവിടെ ഫസ്റ്റ് 2 വീക്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെ ആയിരിക്കും ബാക്കി പേപ്പേഴ്സും നമ്മൾ 50 ഡേ വരെ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് ഡേ തുടങ്ങി ഡേ 6 വരെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത്. ഇത് പ്രയോറിറ്റിക്ക് അനുസരിച്ച് തന്നെയാണ് നമ്മൾ പേപ്പേഴ്സിന്റെ ആ ഒരു ഓർഡർ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്തമാറ്റിക്കൽ ഫിസിക്സ് ബാക്കി പേപ്പേഴ്സിന്റെ കുറച്ച് പേപ്പർ ഇലക്ട്രോഡൈനാമിക്സും അങ്ങനെയുള്ള പേപ്പേഴ്സ് ഒക്കെ പഠിക്കാൻ കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്നത് മാത്തമാറ്റിക്കൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇത്രയും മാത്തമാറ്റിക്കലി വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ തറോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പേപ്പേഴ്സ് പഠിക്കാൻ കുറച്ചും കൂടെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡേ 1 തുടങ്ങി ഡേ 6 വരെ ഈ പേപ്പർ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ വെക്ടർ കാൽക്കുലസ് ആൻഡ് ലീനിയർ ഓൾജിബ്ര, ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കോംപ്ലക്സ് അനാലിസിസ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്പെഷ്യൽ ഫംഗ്ഷൻസ്, ഫറിയർ ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ്. വേറെ എന്ത് മിസ്സാക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് CSER നെറ്റ് ഫിസിക്സ് പോലെയുള്ള എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഈ കാര്യങ്ങൾ ഓരോ ദിവസങ്ങൾ ഓരോ ടോപ്പിക് കവർ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വർക്ക്ഔട്ട്സും അന്ന് തന്നെ നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് ആ വർക്ക്ഔട്ടുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾക്ക് തറോ ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആ 6 ഡേയ്സ് കൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിവിഷൻ ഡേ ആയിരിക്കും. ആ ഫുള്ള് പഠിച്ച കാര്യങ്ങൾ ഒരു റിവിഷൻ ടെസ്റ്റിന്റെ രൂപത്തിലായിരിക്കും നിങ്ങളത് റിവിഷൻ ഡേ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, അതായത് ED ആണ്, ഇലക്ട്രോഡൈനാമിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും ഉണ്ട്. അതിനിടയിൽ കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ ദിവസങ്ങളും പോകുന്നത്. ദെൻ മാക്സ്വെൽസ് ഇക്വേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് വേവ് ഗൈഡ്സ് ഉണ്ട്, ഗോച്ച് ട്രാൻസ്ഫോർമേഷൻസ്, റേഡിയേഷൻ, ദെൻ അതിന്റെ റിവിഷൻ ഡേ ആയിരിക്കും. ഇങ്ങനെ ഓരോ പേപ്പേഴ്സിനും നമ്മൾ എത്ര ദിവസങ്ങൾ, എല്ലാത്തിനും 1 വീക്ക് ഓരോ പേപ്പർ വെച്ചായിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത്. കാരണം അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ന്യൂക്ലിയറും ഇലക്ട്രോണിക്സ് ഒക്കെയാണ്. അതിന് ഇത്രയും ഡേയ്സ് ചിലപ്പോൾ നമുക്ക് കിട്ടണം എന്നില്ല. കാരണം കൂടുതൽ പ്രയോറിറ്റി നോക്കുമ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി മാത്തമാറ്റിക്കൽ, ദെൻ ഇലക്ട്രോഡൈനാമിക്സ്, ദെൻ ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഇത്രയും പേപ്പേഴ്സ് ഒക്കെയാണ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു തീർക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പേപ്പേഴ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ആയിരിക്കണം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ മാത്രം മതി. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് നേടാൻ പറ്റുന്ന ഒരു എക്സാം അല്ല CSER നെറ്റ് ഫിസിക്സ് പോലുള്ളൊരു ടഫ് ആയിട്ടുള്ളൊരു എക്സാം തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. ഈ
ചുരുങ്ങിയ ദിവസങ്ങൾ മുന്നിലുള്ളത് കൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോം താഴെയുണ്ട്, ഗൂഗിൾ ഫോം താഴെ പിൻ ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസിനായിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ JRF-നായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി നമ്മളുടെ മുന്നിലുള്ളത്. ഈ ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ 8086881144 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താലും ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ജൂണിലെ എക്സാം എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. വളരെ നന്നായിട്ട് പഠിച്ച് മുന്നേറാൻ സാധിക്കട്ടെ. നമ്മുടെ 50 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ കാര്യം ഓർക്കുക. അതുപോലെ തന്നെ CC ലേണിംഗ് ആപ്പിന്റെ കാര്യം ഒന്നും കൂടെ ഞാൻ പറയാണ്. നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഏത് ആസ്പിറൻസ് ആയിക്കോട്ടെ, നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, എന്തെങ്കിലും ഗവൺമെന്റ് ജോബ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചെയ്യുമ്പോൾ എക്സാംസിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോമോ ഫിൽ ചെയ്യുക. താങ്ക് യു ഓൾ.